നമ്മുടെ പരിപാടിയെല്ലാം നമുക്കറിയാം. സ്റ്റേജും സദസ്സൊക്കെ വളരെ ഭംഗിയായി വളരെ സെറ്റപ്പോടുകൂടെ ഒരു ഗ്രാൻഡ് പരിപാടിയായി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്ത് സഹായിച്ചവരെ സഹകരിച്ചവരൊക്കെ ഉണ്ട്. നേരത്തോട് ഉറപ്പിച്ചതുപോലെ ഇറച്ചിയും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ പല ആളുകളെ അൽഹംദുലില്ലാഹ് സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ റസാഖാക്കാരുടെ കുട്ടി ഒരുപാട് വലിയൊരു പരീക്ഷണമാണ്. നല്ലൊരു സംഖ്യ ഇവിടെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ, ഹൈറായ പരിഹാരം അള്ളാഹു നൽകട്ടെ. ഒരുപാട് സ്ത്രീകളൊക്കെ അൽഹംദുലില്ലാഹ് ഇവിടെ സഹായിച്ചവരുണ്ട്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പല ഉദ്ദേശങ്ങളൊക്കെ തീർച്ചയാക്കി കൊടുത്തവരുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد. അർഹമർറാഹിമീൻ. അല്ലാഹ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടികളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന പരിപാടിയായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അവിടുത്തെ നാടിലേക്ക് ചേർത്തുകൊണ്ട് ഇസ്ബാഹുൽ മദീന എന്ന മഹത്തായ സ്ഥാപനം അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാർ പ്രത്യേകിച്ച് മഹാന്മാരായ ബദരീങ്ങൾ അല്ലാഹ് അവരുടെയൊക്കെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ബർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടെ എല്ലാവരുടെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദര സഹോദരിമാരെ ഭാര്യ ഭർത്താക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മുടെ പള്ളി മദ്രസ ദീനി സ്ഥാപനങ്ങളെ സംരംഭങ്ങളെ സഹായിക്കുന്നവർ നാട്ടിലും വിദേശത്തുമുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ സഹായികൾ സഹകാരികൾ പ്രത്യേകിച്ച് ഈ മജ്‌ലിസിലേക്ക് സംഭാവന നൽകിയവർ സഹായിച്ചവർ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഖൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കാമില ഈമാനോടെ ഹുസ്നുൽ ഖാത്തിമയിലായിട്ടുള്ള മരണം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർ പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുടെ തുടക്കം മുതൽ സ്ഥലത്ത് അടക്കമുള്ള പല ആളുകളും ഇന്ന് ഖബറിലാണ്. അല്ലാഹ് അവരൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഇതിൻ്റെയൊക്കെ മിസ്ലി സവാബ് അവരെ ഖബറിലേക്ക് നീ നൽകണേ റഹ്മാനെ. വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അഹലുകാരിൽ ശഫാഅത്തിന്റെ അഹലുകാരിൽ അവരെയും കുടുംബത്തെയും ഞങ്ങളൊക്കെ നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിലും എണ്ണി പറഞ്ഞവരിലും അല്ലാഹ് പല ടെൻഷനുകളുള്ളവരുണ്ട് റഹ്മാനെ. രോഗികളായി പലരുമുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വീട്ടിൽ തരണേ റഹ്മാനെ. കടം വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വന്തം ആവശ്യത്തിന് മഈശത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും കൈനീട്ടേണ്ട ഒരവസ്ഥ നീ നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ പണികൾ വളരെ പെട്ടെന്ന് പല പദ്ധതികളും മനസ്സിലുണ്ട്, തീരുമാനിച്ചതുണ്ട്. അതൊക്കെ റാഹത്തോടെ പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളെ മക്കളെ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ നീ പൊരുത്തപ്പെട്ട ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മുതഅല്ലിമീങ്ങൾ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളാക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമിന്റെ ഉടമകളാക്കണേ റഹ്മാനെ. ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവരെ ഞങ്ങളെ മക്കളൊക്കെ നീ എത്തിക്കണേ റഹ്മാനെ. ഗർഭിണികളാ സഹോദരിമാരെ സുഖപ്രസവം നൽകണേ അല്ലാഹ്. കല്യാണപ്രായമെത്തിയവർ സാലിഹീങ്ങളായ ഇണകളെ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വറക്കത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകിയ ജോലിയിൽ കൃഷിയിൽ കച്ചവട ബിസിനസ് എല്ലാ മേഖലയിലും നീ ഖൈറും വറക്കത്തും ഏറ്റിത്തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള ഞങ്ങളെ പ്രവർത്തകര് സഹായികള് സഹകാരികള് അല്ലാഹുവേ, നിന്റെ ദീനിനെ സഹായിക്കുന്നവരാണ്. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇൽമിന്റെ അഹലുകാരാണ് മുതഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കൊക്കെ ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നവർ അല്ലാഹു എപ്പോഴും നിന്റെ സഹായം അവർക്ക് നീ നൽകണേ അല്ലാഹ്. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും സഹായിക്കുന്നത് സഹകരിക്കുന്നത് എല്ലാവരുടെയും ഹലാലായ ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഉസ്താദ് അവിടെ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്ന മുഴുവൻ ഉസ്താദ് അടക്കമുള്ള ഇതിന്റെ പ്രധാന സാരഥികൾ അതുപോലെ തന്നെ മറ്റ് സേവനം ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾ ഇവിടുത്തെ മുതഅല്ലിമീങ്ങളെ നാട്ടുകാര് പരിസരവാസികളെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്.
മരണം വരെ ഇഖ്ലാസോടുകൂടെ നിന്റെ ദീനിന് ഖിദ്മ ചെയ്യാനുള്ള വലിയ തൗഫീഖ് തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. ഇപ്പോ ബഹുമാനപ്പെട്ട നിസാർ അങ്കരകുട്ടൻ അവരുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത മഹലിന്റെ അധ്യക്ഷൻ. നമുക്ക് നാളെ നടക്കുന്ന ഏകദേശം ഒരു 300ഓളം മുതഅല്ലിമീങ്ങൾ ഇവിടെ വരും. ഏകദേശം ഇങ്ങനെ നമ്മൾ കണക്കാക്കിയത് ചുറ്റുഭാഗത്തിലുള്ള സ്ഥാപനത്തിന്റെ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും ആലിമീങ്ങളും ഒക്കെ നാളെ അജ്മീർ മൗലൂദ് വളരെ ഗ്രാൻഡായി ഇവിടെ നടക്കാനിരിക്കുന്നു. അതിന് ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ നിസാർ ബൈ അദ്ദേഹം ഒരു 50 കിലോ അരി നമുക്ക് ഇവിടെ വാഗ്ദാനം ചെയ്യുകയും മറ്റൊന്ന് 21-ാം തീയതി ചൊവ്വാഴ്ചയാണ് നടക്കാനിരിക്കുന്ന ആ പരിപാടിയിലേക്ക് ഭക്ഷണം അരി നമുക്ക് 50 കിലോ അരി ഇവിടെ ഓഫർ ചെയ്ത് അത് തരുകയും ചെയ്ത ബഹുമാനപ്പെട്ട നിസാർ അവർക്ക് ചെറിയൊരു ആദരവ് നമ്മൾ നടത്തുകയാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവர்கள், അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഉസ്താദ് അബ്ദുള്ള ഉസ്താദും അതുപോലെ ഉമർ മദനി ഉസ്താദ് അവർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ഇവിടുത്തെ ബഹുമാനപ്പെട്ട തങ്ങളെ നമുക്ക് ഭക്ഷണം കഴിച്ച് സദസ്സിൽ തന്നെ വന്നിരിക്കണമെന്ന് ವೇದಿಕೆಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯುತ್ತಿದೆ. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಆರಂಭವಾಗಲಿದೆ ಸೂಪರ್ ಸೀನಿಯರ್ ವಿಭಾಗದ ಮುಷಾರ ಕಾರ್ಯಕ್ರಮ. ಅದರಲ್ಲಿ ಭಾಗವಹಿಸುವ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ವೇದಿಕೆಗೆ ಆಗಮಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಅದೇ ರೀತಿ ಮುಷಾರಕ್ಕೆ ಇರುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು ಮತ್ತು ತದರೀಸ್ಗೆ ಇರುವ ವಿದ್ಯಾರ್ಥಿಗಳು ಆದಷ್ಟು ಬೇಗ ಗ್ರೀನ್ ರೂಮ್ಗೆ ತಲುಪಬೇಕಾಗಿ ವಿನಂತಿ. ಪ್ರಥಮವಾಗಿ ವೇದಿಕೆಯಲ್ಲಿ ತದ್ರೀಸ್ ಇರುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು ವೇದಿಕೆಯಲ್ಲಿ